ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചപ്പാത്തിയുടെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആളെണ്ണത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു എണ്ണയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല. കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നീഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ഈ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം എപ്പോഴും നമ്മൾ കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ട് റെഡിയായി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നമ്മളുടെ ചപ്പാത്തിയും അതേപോലെ സോഫ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 15 മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം മാറി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന രീതിക്കാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പച്ചക്കറികളാണ്. ഞാനിവിടെ ഒരു വലിയ ക്യാബേജിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു പച്ചക്കറിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഒരു 3/4 ഭാഗത്തോളം വേവാവണം. ആ ഒരു സമയം വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3/4% വേവാവുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ക്യാബേജിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വെലിഞ്ഞ് വന്നിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത പച്ചക്കറിയൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, ആ ഒരു കടിക്കാൻ പാകത്തിന് കിട്ടണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുട്ട ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചിക്കൻ ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് ആ ഒരു പാനിൽ തന്നെയാണ് മുട്ടയും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെജിറ്റബിൾസ് മാറ്റി വെച്ചതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചിക്കിയെടുക്കാം.
എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പാനിൽ തന്നെ തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പാൻ എടുത്തിട്ട് മുട്ട ചിക്കിയെടുത്തതിന് ശേഷം വെജിറ്റബിൾസിൽ ചേർത്താലും മതി. ഇപ്പോൾ മുട്ടയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റോളം ആ ഒരു ചപ്പാത്തിയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നല്ല പോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഉരുള എടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുക്കാം. നല്ല കനം കുറച്ചാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് കനത്തിൽ പരത്തിയെടുക്കണ്ട. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ആദ്യം വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക ആ ഒരു അരികുകളൊക്കെ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഏത് പാത്രത്തിൻ്റെ അളവിലാണോ മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ മുറിച്ചെടുക്കാൻ വേണ്ടി പോയതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തിയുടെ മുകളിൽ വെച്ച് കൊടുത്തിരുന്നത്. മുറിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന കൂട്ട് ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ്. ഇവിടെ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്കും ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതൊക്കെ നിങ്ങൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ എയറൊക്കെ കയറി നന്നായിട്ട് വെന്ത് വരും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചപ്പാത്തി ഇരിക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.